സർക്കാർ LP സ്കൂൾ ന്യൂസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 30 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് ആരാധ്യ. പ്രധാന വാർത്തകൾ. ഉപാധികളോടെ ചർച്ച വേണ്ടെന്ന് കർഷക സംഘടനകൾ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കുതിച്ചുയരുന്നു. കോഴിക്കോട് ജില്ലയിൽ കോവിഡിന് കുറവില്ല. മൂരാട് പാലം കുരുക്കിന് താൽക്കാലിക ശമനം. കോഴിക്കോട് ആകാശവാണി നിലയം ഇനി ഓർമ്മയാകുമോ? ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വീണ്ടും തോൽവി, പരമ്പര നഷ്ടമായി. വാർത്തകൾ വിശദമായി. ഉപാധികളോട് ചർച്ച വേണ്ടെന്ന് കർഷക സംഘടനകൾ. കേന്ദ്രത്തിന്റെ കാർഷിക നയങ്ങൾക്കെതിരെയുള്ള കർഷക സമരം അവസാനിപ്പിക്കാൻ ഉപാധികളോടെയുള്ള ചർച്ച വേണ്ടെന്ന് കർഷക സംഘടനകൾ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, കേരളത്തിൽ അതീവ ജാഗ്രത നിർദ്ദേശം. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കുതിച്ചുയരുന്നു. തുടർച്ചയായി 10ാം ദിവസം രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുന്നു. കോഴിക്കോട് ജില്ലയിൽ കോവിഡിന് കുറവില്ല. ജില്ലയിൽ ഞായറാഴ്ച 881 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 733 പേർ രോഗമുക്തരായി. മൂരാട് പാലം കുരുക്കിന് താൽക്കാലിക ശമനം. ദേശീയ പണിമുടക്ക് ദിവസം പ്രദേശവാസികൾ കുണ്ടുകളും കുഴികളും കോൺക്രീറ്റ് ചെയ്ത് അടച്ചതോടുകൂടിയാണ് ഗതാഗതക്കുരുക്കിന് താൽക്കാലിക ശമനമായത്. കോഴിക്കോട് ആകാശവാണി നിലയം ഇനി ഓർമ്മയാകുമോ? കേന്ദ്ര സർക്കാരിന്റെ പ്രസാർ ഭാരതി നിയമമനുസരിച്ച് ഓരോ സംസ്ഥാനത്തും തലസ്ഥാന നിലയങ്ങൾ നിലനിർത്തിയാൽ മതിയെന്ന് പുതിയ ഉത്തരവാണ് കോഴിക്കോട് ആകാശവാണി നിലയത്തിന് ഭീഷണിയാകുന്നത്. കായിക വാർത്തകൾ. ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വീണ്ടും തോൽവി, പരമ്പര നഷ്ടമായി. ഒരു കളി ശേഷിക്കെ 2 മത്സരങ്ങളിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട ഇന്ത്യക്ക് പരമ്പര നഷ്ടമായി. ഇതോടെ ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.